വരും. അല്ല നിങ്ങൾക്ക് ആരാ? ഞാൻ രമേശൻ. രമേശനാ? ഞാൻ രമ്യ. അല്ല ഇതെന്താ അമ്പലോ അതോ ഓഡിറ്റോറിയോ? ഇത് രജിസ്റ്റർ ഓഫീസൊന്നും അല്ല. കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് എന്താ സ്ഥലം മാറിപ്പോയോ? വീട്ടിൽ വെച്ചും കല്യാണം നടത്താലോ. അല്ല നിങ്ങൾക്ക് ആരാ ഈ മാലയും ചെട്ടയും മേളൊക്കെ ആയിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങള് കൊച്ചമ്മ വിളിച്ചിട്ട് വന്നതാ. കൊച്ചമ്മേ? അതെ, ചന്ദ്രമതി കൊച്ചമ്മ. അതെ, അവരങ്ങനെ ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞായിരുന്നു. കൊച്ചമ്മേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആഹാ, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞങ്ങൾ അങ്ങനെയാ കൊച്ചമ്മേ. ഞങ്ങൾ കാശ് വാങ്ങിച്ചു പോകുന്നവരല്ല. ഏൽപ്പിച്ച പണി കൃത്യസമയത്ത് ആത്മാർത്ഥതയോടെ ഭംഗിയായി ചെയ്യും. അല്ല കൊച്ചമ്മേ, അല്ല ചന്ദ്രേ, എന്തിനാ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? എന്റെ രവിയേട്ടാ, എന്റെ ശ്രുതിമോനും ശ്രുതിമോളും മത്സരത്തിൽ വിജയിച്ചു വരില്ലേ, ആ. അവർക്ക് വേണ്ട രീതിയിൽ സ്വീകരണം കൊടുക്കണം. അപ്പൊ അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നീ ഇവരെ ഏർപ്പാട് ചെയ്തതല്ലേ? അതെ അതെ. അല്ല ഈ കോമ്പറ്റീഷൻ അവരാ ജയിച്ചത് നീ ഉറപ്പിച്ചു കഴിഞ്ഞോ? പിന്നെ അല്ലാതെ ശ്രുതിയും പോലെ കപ്പിള് വേറെ ഉണ്ടാവോ? ബെസ്റ്റ് കപ്പിൾസ് അവർ തന്നെയാവും. എന്നിട്ട് ഞാൻ കുറെ മുന്നേ സുധിയെ വിളിച്ചിട്ട് മത്സരത്തിൽ ആരാ വിജയിച്ചെന്ന് ചോദിച്ചപ്പോ അവൻ സന്തോഷത്തോടെ പറഞ്ഞു അതൊരു സർപ്രൈസാ, ഇവിടെ വന്നിട്ട് പറയാന്ന്. അതിന്ന് തന്നെ മനസ്സിലാക്കാലോ വിജയിച്ചത് ആരാന്ന്. ഓ ശരിയാ, അവര് തന്നെയാ ജയിച്ചത്. കൊച്ചമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് അവർ അക്കാര്യം ഫോണിൽ പറയാതിരുന്നത്. അവർക്കല്ലാതെ വേറെ ആർക്ക് കിട്ടാനാ? നിങ്ങൾക്കറിയോ, എന്റെ മോനെ 7 ഡിഗ്രി. അവന്റെ അത്രയും വിവരമുള്ള ഒരാള് അവിടെ മത്സരിക്കാൻ വേറെ ഉണ്ടാവോ? എന്റെ മരുമോളോ മലേഷ്യയിൽ ജനിച്ചു വളർന്നതാ. അവളെ പോലെ ലോക വിവരമുള്ള ആരും അവിടെ കാണില്ല. ഇല്ല, ബെസ്റ്റ് കപ്പിൾസ് എപ്പോഴാണ് വരിക? ഇപ്പോഴെത്തും. അവരവിടുന്ന് നേരത്തെ വിട്ടിരുന്നു. അവര് വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രുതിയും അവരുടെ സ്വന്തം കാറില്, അതായത് അവരുടെ സ്വന്തം കാറില് ദാ ഇവിടെ വന്നിറങ്ങും. അപ്പൊ നിങ്ങളൊക്കെ അവരുടെ അടുത്തേക്ക് ചെന്ന് കൊട്ടുകൂത്തും തുടങ്ങണം. അവരെ ആനയിച്ച് കൊണ്ടുവരണം. നിങ്ങൾ നീ ശ്രുതിയെയും ഹാരം അണിയിക്കണം. കുറച്ചു സമയം കൊട്ടുകൂത്തും തുടർന്നോട്ടെ, ശബ്ദമൊക്കെ ഉയരട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അതിനുശേഷം ഞാൻ ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കും. രവേട്ടാ, നിങ്ങൾ ആരതി കത്തിക്കണം കേട്ടോ. ഞാൻ കത്തിച്ചു. മതി. സ്റ്റോപ്പ്. ഇനി അവര് വന്നിട്ട് മതി. ഞങ്ങൾ ടെസ്റ്റ് ചെയ്താ. അയ്യോ, അവര് വന്നു. എന്റെ ശ്രുതിമോൾ എത്തി. അയ്യോ, ബെസ്റ്റ് കപ്പിൾസ് എത്തി. കേറി വാ മക്കളെ, കേറി വാ. ആന്റി, ഒരു മിനിറ്റ്. താങ്ക്സ് ആന്റി. മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലേലും നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം ഒരുക്കിയല്ലോ. എന്താ പറഞ്ഞേ? മത്സരത്തിൽ വിൻ ചെയ്തില്ലെന്നോ? ഇല്ല ആന്റി, ഞങ്ങളല്ല ജയിച്ചത്. നീയല്ലേ പറഞ്ഞത് ഇവിടെ വന്നിട്ട് പറയാൻ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞത്? അത് തോറ്റതും സർപ്രൈസ് ആയിട്ട് പറയാമല്ലോ. ഞാൻ അതാ ഉദ്ദേശിച്ചത് അമ്മേ. അയ്യോ, പിന്നെ എന്തിനാണ് നീ വിളിച്ചു പോയി കിടന്ന് ആഹ്ലാദിച്ചേ? എനിക്ക് മനസ്സിലായില്ല. അയ്യോ അച്ഛാ, അത് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഈ ഗന്ധമേളം കേട്ടപ്പോ അറിയാതെ ഞാൻ ആഹ്ലാദിച്ച് തുള്ളിയതാ. പിന്നെ ആരാടാ ജയിച്ചത്? അമ്മേ, ജസ്റ്റ് മിസ്സാ. ആര് ജയിച്ചെന്ന് പറ. ശ്രീകാന്ത് വർഷമാണ് ജയിച്ചത്. എന്താ ഇതൊക്കെ? എടാ അത് മനസ്സിലായില്ലേ? ശ്രുതിയും ജയിക്കുമെന്ന് കരുതിയിട്ട് നിന്റെ അമ്മ ഏർപ്പാട് ചെയ്തതാ ഇതൊക്കെ. ഇവര് തോറ്റല്ലോ. ഇവരല്ലെങ്കിൽ നിങ്ങളെ ജയിക്കുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. എന്തായാലും സന്തോഷായി മക്കളെ. എന്റെ മോനും മരുമോളും തന്നെ ജയിച്ചല്ലോ. ആന്റി, ഞങ്ങൾ രണ്ടുപേരും തന്നെയാ ബെസ്റ്റ് കപ്പിൾസ്. പക്ഷെ അവിടെ വിജയിച്ചത് ഞങ്ങളല്ല. അപ്പൊ നിങ്ങളും തോറ്റ? അപ്പോ നിങ്ങളും ജയിച്ചില്ലേ? ഞങ്ങളും തോറ്റമേ. അപ്പൊ വേറെ ഏതോ കപ്പിളാ ജയിച്ചല്ലേ? അതെങ്ങനെ? ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞു കാണില്ലായിരിക്കുമല്ലോ. എല്ലാത്തിനും കെട്ടി ഒരുങ്ങി പോകാനല്ലേ അറിയൂ. അതൊക്കെ വിട് ചന്ദ്രേ, ജയം തോൽവിയൊക്കെ പതിവല്ലേ. എന്ത് വിടുന്നു? അല്ല ഈ സച്ചിൻ രേവതിയൊക്കെ ഇവിടെ? സച്ചിൻ രേവതി നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോ ചില കടക്കാര് കറിവേപ്പില ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ? അതുപോലെയാ മത്സരത്തില് ഇവര് പങ്കെടുക്കാൻ പോയപ്പോ അവരും കൂടെ പോയത്. നന്നായി പഠിച്ചവർക്ക് പോലും ഇവിടെ സമ്മാനം കിട്ടിയില്ല. പിന്നെ അവര് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്തായി കാണും അല്ലേ? എവിടെയെങ്കിലും ചുറ്റിക്കിറങ്ങി രാത്രിയാകുമ്പോ വരുമായിരിക്കും. നാണക്കേട് കാരണമേ. അല്ലമ്മേ, അവര് സച്ചി അച്ഛാ, അവർക്ക് കിട്ടി അച്ഛാ, കിട്ടി. കിട്ടി. ചന്ദ്രേ പിടിച്ചേ. സച്ചി ഞങ്ങൾ നേടി അച്ഛാ, ഞങ്ങൾ നേടി. അച്ഛാ നോക്ക്, സന്തോഷത്തോടെ നിൽക്ക്. ജയിച്ചല്ലേ? ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ലൊരു ഉദാഹരണ സച്ചി രേവതി. അത് നിങ്ങള് വലിയൊരു വേദി തെളിയിച്ചു. നിങ്ങളെ കുറിച്ച് അച്ഛന് അഭിമാനം തോന്നാം. സന്തോഷമായി മക്കളെ, സന്തോഷമായി. രണ്ടുപേരും മക്കളെ. ചന്ദ്ര കൊച്ചമ്മ എന്താ പറഞ്ഞേ? പച്ചക്കറികൾ വാങ്ങുമ്പോ കറിവേപ്പില ഫ്രീ ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും കറിവേപ്പിലക്ക് കറിയിൽ അതിന്റേതായ പ്രാധാന്യമുണ്ട്. അതിപ്പോ മനസ്സിലായി കാണുമല്ലോ. കൊട്ടുകൂത്തൊന്നും വേണ്ട, കാശ് വന്നല്ലേ എല്ലാരും പൊയ്ക്കോ. അയ്യ, അങ്ങനെ അങ്ങ് പോയാലോ? അതെ, നിങ്ങൾ എന്തിനാ വന്നേ? അതൊക്കെ ചെയ്തോ? ആ മാല കൊണ്ടിട്ടെ. ഞാനോ? ഇതെങ്ങനെയാ സംഭവിച്ചേ? ഒന്നെങ്കിൽ നീയും ശ്രുതിയും ജയിക്കണം, അല്ലെങ്കിൽ വർഷ ശ്രീകാന്ത് ജയിക്കണം. ഇവരെങ്ങനെയാ ജയിച്ചത്? നീ വിചാരിച്ച പോലെ നടക്കണമെങ്കിലേ നീ അവിടെ ജഡ്ജസ് ആയിട്ട് പോയിരിക്കും. മനസ്സിലായോ? അവര് ജയിച്ചാലെന്താ, ഇവര് ജയിച്ചാലെന്താ, ആര് തോറ്റാലെന്താ, എല്ലാരും നമ്മുടെ മക്കളല്ലേ. കോട്ടടാ, ഇതെന്താ തരുമോ? കോട്ടൻ ഡാൻസ് ഒന്നും വേണ്ട. എന്റെ പൊന്ന് ചന്ദ്രൻ, നീ കാശ് കൊടുത്ത് കൊണ്ടുപോകല്ലേ? നമുക്കത് മോനാക്കട്ടെ. സച്ചിൻ ദേവതയും വിജയിച്ചതല്ലേ? അടിക്കടാ വളം കൊണ്ടുവന്നേ. അതും പോയി. ഇതൊക്കെ സ്പോൺസർ ചെയ്ത അമ്മയാട്ടോ രേവതി. താങ്ക്സ്. താങ്ക്സ് അമ്മേ. അപ്പൊ തോറ്റോരും ജയിച്ചോരും എല്ലാം ക്ഷീണിച്ചു വന്നിരിക്കല്ലേ? എല്ലാവരും അകത്തേക്ക് ചെല്ല്. നീ ഇത്തിരി കൂടുതൽ കഴിച്ചോ? ചെല്ലേ മക്കളെ, ചെല്ലേ. ചന്ദ്രേ, അവിടെ നില്ലേ. നിന്റെ മനസ്സിന്റെ ടെൻഷൻ എനിക്കറിയാം.
എന്തായാലും നീ ഇവരുടെ കൂടെ കൂടി മേളമൊക്കെ ഒന്ന് പൊഴിപ്പിച്ചിട്ട് മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് സാവധാനത്തിൽ വന്നാൽ മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ കൊച്ചമ്മേ, എന്തു വച്ചമ്മ? ബാലൻസ് ഒരു 500 രൂപ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോവായിരുന്നു. ഒന്ന് പോടോ. 500 രൂപ കൊണ്ടുപോ. അല്ല കൊച്ചമ്മേ, 500 രൂപ. ദാ, വാ വന്ന് ചായ കുടിക്കും മോളെ. ശ്രുതി, നിങ്ങള് എന്തുകൊണ്ടാ തോറ്റത്? അതുമേ റാഡിക്കലായിട്ട് പറഞ്ഞാൽ നീ വളഞ്ഞു പൊളഞ്ഞു ഒന്നും പറയണ്ട, നേരെ വണ്ണം പറഞ്ഞാ മതി. എന്തുകൊണ്ട് തോറ്റു? അമ്മേ അതമേ അവര് വിജയിച്ചു എന്ന് കരുതി ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല. പിന്നെ തോൽക്കാതെ നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിച്ചവരാണല്ലോ. മത്സരത്തില് അവര് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ലേ? അത് ഞങ്ങള് ശരിയായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ജഡ്ജസിന് ഞങ്ങളുടെ അത്ര ബുദ്ധി ഇല്ലാതെ പോയി. അമ്മേ ഞങ്ങൾ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ലമ്മേ. അതാ അമ്മ എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നത്? പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറയിപ്പിക്കുന്നതേ നിന്നെ പോലുള്ളവന്മാരാ. ശ്രുതി, നിനക്കെങ്കിലും നേരെ വണ്ണം ഉത്തരം പറഞ്ഞുകൂടായിരുന്നു മോളെ? ഞങ്ങൾക്കറിയാവുന്ന ആൻസർ അല്ലേ പറയാൻ പറ്റൂ ആന്റി. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൻസർ ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ? കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ കപ്പിൾസും പരസ്പരം വഴക്കിടുന്നവരാ. വഴക്കിടാത്തവരായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളമ്മേ. അപ്പോ ശരിക്കും ഞങ്ങൾക്കല്ലേ പ്രൈസ് തരേണ്ടത്? എല്ലാം ഒരുതരം പൊളിറ്റിക്സ് ആണമ്മേ. സച്ചിൻ, ഈ ബോർഡ് നമ്മളിപ്പോ എവിടെ വെക്കും? അത് നമുക്കിവിടെ ഹാളിൽ എവിടെയും തൂക്കാം. അശ്ശി, അതൊന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ മുറി കിട്ടുമല്ലോ, അതിന് മുന്നേ ഒട്ടിക്കാം. അല്ലെങ്കിൽ അതും വേണ്ട, നമുക്ക് ഈ വീടിന് മുന്നേ തന്നെ ഒട്ടിക്കാം. വരുന്നവരും പോകുന്നവരും ഇത് കാണണേ, അവർക്ക് നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ. എന്ത് മനസ്സിലാക്കാൻ? നമ്മൾ ലക്ഷ്യത്തിൽ ഏറ്റവും നല്ല ജോലിയാണെന്ന്. അതിന് ലക്ഷം പേരൊന്നും അവിടെ മത്സരിച്ചില്ലല്ലോ. 1,00,000 പേര് മത്സരിച്ചാലും നമുക്ക് ഈ സമ്മാനം കിട്ടും, അതെനിക്ക് ഉറപ്പാ. നമ്മളെക്കാൾ നല്ല കപ്പിൾസ് വേറെ ഇല്ല രവതി. അതെ, ഇതൊന്നും ഇവിടെ വെച്ചാൽ പറയുന്നത്. നീ വാ. പിന്നെ എവിടെ വെച്ചാ? ഒക്കെ പറയാം, നീ വാ. വാ എഴുതിട്ട് വാ. അമ്മേ ഒന്നും അറിയാത്ത ജഡ്ജസിന് ഇരുത്തി ഇങ്ങനെ ഇരിക്കും. എന്തായാലും കഷ്ടായി പോയടാ. അല്ലമ്മേ എന്റെ ബലമായ സംശയം ഇവര് കാശ് കൊടുത്ത് ജഡ്ജസിനെ സ്വാധീനിച്ചതാണോ? പിന്നെ അതിനുള്ള നീക്കിയിരിപ്പൊന്നും രണ്ടിന്റെ കയ്യിലില്ല. ഈ മാല കെട്ടാനുള്ള കാശ് പോരാ സ്വാധീനിക്കാൻ. നേരത്തെ പറഞ്ഞ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മളെ ലക്ഷ്യത്തില് ഏറ്റവും മികച്ച ജോഡിയാ, ഏറ്റവും മികച്ച ജോഡി അല്ലേ രവി? ആ അതെ അതെ. അതിന് ലക്ഷം പേരൊന്നും മത്സരിച്ചില്ലല്ലോ. അത് പറഞ്ഞ അതെ അതെ, അതൊക്കെ ഉണ്ടായിരുന്നു. ചിലര് നമ്മളെ വെല്ലുവിളിച്ചിരുന്നു. ആ അടി കൂടുന്നതിനാണെങ്കിൽ നമുക്ക് അവാർഡ് കിട്ടും, അല്ലെങ്കിലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് മാത്രല്ല അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്ന് കൂടി പറഞ്ഞിരുന്നു. ആരെയും വായടക്കാനും നോക്കണ്ട രവതി. ഒരു വശത്ത് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, മറുവശത്ത് നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കും. അതാണ്. എടാ 1,00,000 നിന്റെ കയ്യിലേക്ക് കിട്ടിയത്. 1 കോടി കിട്ടിയത് പോലെയാണല്ലോ നീ നിലനിൽക്കുന്നത്. 1,00,000 കിട്ടിയെങ്കിലും അത് ചുമ്മാ കിട്ടിയൊന്നുമല്ലോ. ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നന്നായി ജീവിച്ചു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അത്. 7 ഡിഗ്രി വാങ്ങി നിനക്ക് കിട്ടിയില്ലടാ. അച്ഛാ, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ 1,00,000 രൂപ സമ്പാദിച്ചു. പിന്നെ പറയുന്ന കേട്ടാ തോന്നും അധ്വാനിച്ച് വേർപ്പൊഴുക്കി സമ്പാദിച്ചതാണെന്ന്. എന്താ ഇത്? ഇവർക്ക് രണ്ടോടും കിട്ടിയ അംഗീകാരത്തിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അച്ഛാ, ചെലവൊക്കെ കഴിഞ്ഞ് 1,00,000 രൂപ സമ്പാദിക്കണമെങ്കിൽ ഞാൻ എത്ര ദിവസം വണ്ടി ഓടിക്കണം അച്ഛാ? ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലേ? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിൽ അകലുമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടുന്നത് അത്രയേറെ സ്നേഹിക്കുന്നുകൊണ്ടാണ് എനിക്കറിയാം. അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയോനെ ഞാൻ. എന്നെ വിളിക്കാത്തടത്ത് നീ പോണ്ട. നുറുങ്ങു പിണക്കങ്ങൾ ജീവിതത്തിൽ കാറും കോളും തീർക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ ചാലിച്ചെഴുതിയ ഇവരുടെ കഥ പുതിയ വഴിത്തിരിവിലേക്കോ. ചേച്ചി ഫംഗ്ഷന് പോയാ സച്ചേട്ടൻ ഒന്നും പറയില്ല. പോയിട്ട് വാ ചേച്ചി, ചെല്ല്.